Hello dear friends, welcome back to our channel. ഇന്ന് ഞാനൊരു സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. റിംഗ് സമൂസ എന്നാണ് ഈ സ്നാക്കിൻ്റെ പേര്. സമൂസ പോലെ തന്നെ ഇത് റിംഗ് ആണ്, അതുപോലെ തന്നെ ഉള്ളിലാണ് ഫില്ലിങ്. അപ്പോൾ നമുക്ക് റിംഗ് സമൂസ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത ശേഷം ഉപ്പും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഇതൊന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് പുഴുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തോലോടുക്കനെ വേണം പുഴുങ്ങാനായിട്ട്. അതുപോലെ തന്നെ 2 കഷ്ണാക്കിയിട്ട് നമ്മൾ ഒന്നിച്ച് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് വെന്തതിന് ശേഷം മാത്രം നമ്മൾ തോല് പൊളിച്ചെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുകയാണ്. ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അതായത് സബോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഗ്രീൻ പീസ് മസാല ഉണ്ടല്ലോ, അത് ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഉരുളൻകിഴങ്ങ് പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ രാവിലത്തെ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എരിവും ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഗ്രീൻ പീസൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഈ ഉരുളൻകിഴങ്ങിൻ്റെ കൂടെ. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദ എടുക്കുക. അപ്പോൾ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ നന്നായിട്ട് റെഡിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതാ നന്നായിട്ട് പരത്തി കൊടുക്കുകയാണ്. നല്ല കനം കുറഞ്ഞിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കുന്നതിൻ്റെ അത്രയൊന്നും എടുക്കാൻ പാടില്ല. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈ സമൂസ നല്ല വലുതായി പോവും, നല്ല കട്ടിയായി പോവും. അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊന്നും കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോൾസ് വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ നീളത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു റോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. അതിന് ശേഷം ഒന്ന് മൊത്തം കവറായി എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്ക് കത്തി വെച്ചിട്ട് ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം, മുറിച്ച് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് മുറിക്കരുത്, അറ്റത്ത് കുറച്ച് സ്ഥലം അവിടെ നമുക്ക് ഒട്ടിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ബാക്കിയുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി മൊത്തത്തിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അറ്റത്ത് നമുക്ക് മൈദ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മൊത്തം റോൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റിങ് ആക്കുക. എന്നിട്ട് റിങ് ആക്കി വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. കണ്ടോ, നല്ലൊരു റിംഗ് സമൂസയുടെ ഇതായിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കേട്ടോ, കാരണം ഇത് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് നമ്മൾ വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റിംഗ് സമൂസ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ആയതിന് ശേഷം നമുക്കിത് സ്റ്റെയിനറിലോട്ട് മാറ്റാം കേട്ടോ. കണ്ടോ, ഏകദേശം നല്ല ബ്രൗൺ കളറായി മാറി. ഇപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. ബാക്കിയുള്ളതും ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ലെയറായിട്ട് കിട്ടും കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്, അതുപോലെ തന്നെ ഒപ്പം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ റിംഗ് സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇനി അടുത്ത സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.